NCP സംസ്ഥാന സെക്രട്ടറി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ട്രാൻസ് വുമന്റെ പരാതി. കാളികാവ് സ്വദേശി റഹ്മത്തുള്ളക്കെതിരെയാണ് ലൈംഗികാരോപണം. ട്രാൻസ് വുമൺ ആയതിന് വീട്ടുകാർ അവഗണിച്ചപ്പോൾ സഹായമായി എത്തി പീഡിപ്പിച്ചെന്നാണ് ട്രാൻസ് വുമൺ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. ഉപദ്രവിച്ച ആളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇതുവരെ പരാതിപ്പെടാതിരുന്നതെന്നും അതിജീവിത വ്യക്തമാക്കി. NCP സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ളക്കെതിരെ ലൈംഗികാരോപണവുമായി ട്രാൻസ് വുമൺ 3 വർഷം മുമ്പ് ലോഡ്ജിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് പരാതി. പരാതിയിൽ പോലീസ് കേസെടുത്ത് റഹ്മത്തുള്ളയെ അറസ്റ്റ് ചെയ്യണമെന്നും ട്രാൻസ് വുമൺ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രാൻസ് വുമണായി മാറിയ സമയത്ത് വീട്ടിൽ നിന്നുള്ള അവഗണനയിൽ തനിക്കുണ്ടായ പ്രയാസം മനസ്സിലാക്കി സഹായിക്കാനെന്ന രീതിയിലാണ് റഹ്മത്തുള്ള തന്നെ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചതെന്നാണ് ആരോപണം. മണ്ണാർക്കാട്ടേക്ക് വിളിപ്പിച്ച് ഒരു ലോഡ്ജിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ വെച്ച് തന്റെ സമ്മതമില്ലാതെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഇതിനിടെ അദ്ദേഹത്തിന് ഒരു കോൾ വന്ന സമയത്ത് താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നും ട്രാൻസ് വുമൺ പറഞ്ഞു. അയാള് മുൻകൂർ ജാമ്യത്തിന് പോയി എന്ന് പറഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒരു നടപടി പിന്നീട് എനിക്ക് കിട്ടിയില്ല, എനിക്കൊരു ഇതും കിട്ടിയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതിനു വേണ്ടി കുറേ ഓടി, പക്ഷെ ഒന്നും ആയില്ല. അയാൾ എന്നെ ലോഡ്ജിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ കൊടുത്ത പരാതി അതായിരുന്നു. അതെ അതെ, എന്നെ ഹെൽപ്പ് ചെയ്യും, എനിക്ക് ഷെൽട്ടർ തരാം, അതായത് വീടൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൊണ്ടുപോയതായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അയാൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ്. ഒന്നും തന്നില്ല. എനിക്കൊന്നും പിന്നീട് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്യാനൊന്നും ചെന്നില്ല. അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടുന്ന് പോരുക ചെയ്തത്. പിന്നീട് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല. ഞാൻ അയാളെ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല, ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല. തന്നെ ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് തനിക്ക് ഒരു വിവരവും ഇല്ലാതിരുന്നതിനാൽ തന്നെ അന്ന് പരാതിപ്പെട്ടില്ല. ഇതിനിടെ അദ്ദേഹം NCP അജിത് പവാർ വിഭാഗം സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ആളെ മനസ്സിലാക്കിയത്. തുടർന്ന് റഹ്മത്തുള്ളക്കെതിരെ ആദ്യം മലപ്പുറം SP-ക്കും തുടർന്ന് മണ്ണാർക്കാട് പോലീസിനും പരാതി നൽകി. എന്നാൽ പരാതി നൽകി 1 മാസം പിന്നിട്ടിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പ്രതിക്കെതിരെ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നും ട്രാൻസ് വുമൺ ആവശ്യപ്പെട്ടു. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണം വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നും റഹ്മത്തുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്ക് രാഷ്ട്രീയമായി നിരവധി എതിരാളികളുണ്ട്. തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ചിലർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീഡന പരാതി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും റഹ്മത്തുള്ള പറഞ്ഞു. കേരള വിഷൻ, മലപ്പുറം.